ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല അടിപൊളി ഗുലാബ് ജാമുൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലുള്ള കരിഞ്ഞ വശങ്ങളൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഗുലാബ് ജാമിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 40 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ പാക്കറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് ഇതിന് വേണ്ടിയിട്ട് പാലല്ല ഒഴിക്കുന്നത്, പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 സ്പൂൺ പാൽപ്പൊടിയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അധികം ചൂട് വേണ്ട കേട്ടോ, ലൈറ്റ് ചൂട് മതി. അപ്പോൾ നമ്മൾ ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. ചിലപ്പം വെള്ളം ഏറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ബ്രെഡൊക്കെ കുഴച്ച് ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഈ കളർ വരുന്നത് അതിൽ അടിയത്തെ ഒരു പീസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറാണ് കേട്ടോ അങ്ങനെ ആയത്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അതിനുള്ള പാനി തയ്യാറാക്കാം. അതിന് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം, 2 കപ്പ് പഞ്ചസാരയിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു ഏലക്കായും കൂടി കുത്തിയിടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിനുള്ള പഞ്ചസാര ലൈനി തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫാക്കിയിടാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് ഇതിനുള്ള ഗുലാബ് ജാമിനുള്ള മാവ് എടുത്തിട്ട് ഓരോരോ ബൗളാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ചെറുത് മതി, അധികം വലുതാവണ്ട, മീഡിയം വലുപ്പത്തിന് മതി കേട്ടോ. അപ്പോൾ നമുക്കത് പൊരിച്ചെടുക്കാൻ പാകത്തിനുള്ളത് മതിയേ, ഈ വലുപ്പം മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ബോളാക്കി എടുക്കാം. അപ്പം നമ്മളെ ബോൾ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 29 എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂടായതിന് ശേഷം ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അധികം തീ കൂട്ടി വെക്കണ്ട, പാകത്തിന് മതിയിട്ട്, എണ്ണ പാകത്ത് ചൂടാണെങ്കിലുള്ളൂ ഒരുപോലെ വറുത്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ബോളൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പൊടിയോ ഒന്നും ആയിട്ടില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ ബോൾസും ഇതേപോലെ മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാലൻസ് വന്ന നമ്മൾ ബ്രെഡിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിയെടുത്തത് ഞാൻ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഇതുപോലെ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ട് ഞാൻ തനിച്ച് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ടെമ്പറായിട്ട്. പക്ഷേ നമ്മൾ ശരിക്കുള്ള ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡും 3 സ്പൂണ് പാൽപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്
സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.